പ്രിയമുള്ളവരെ, കാവ്യം 13 ഇന്ന് അവതരിപ്പിക്കുന്ന കവിത പ്രിയ സുഹൃത്തും ചെറുകുന്നുകാരിയുമായ ഫാത്തിമ ഫസീല എഴുതിയ പൂമ്പാറ്റയാകാതിരിക്കുന്ന പുഴുജീവിതം എന്ന കവിതയാണ് അവതരിപ്പിക്കുന്നത്. പൂമ്പാറ്റയാകാതിരിക്കുന്ന പുഴുജീവിതം. അയാൾ എന്തു വിചാരിക്കും എന്ന തോന്നലിൽ എത്രമാത്രം ചിന്തകളെയാണ് വാക്കുകളായി പരിണമിക്കാൻ ഇടനൽകാതെ പ്യൂപ്പാദശയിൽ തളച്ചിടുന്നത്. അയാൾ എന്തു വിചാരിക്കും എന്ന തോന്നലിൽ എത്രമാത്രം ചിന്തകളെയാണ് വാക്കുകളായി പരിണമിക്കാൻ ഇടനൽകാതെ പ്യൂപ്പാദശയിൽ തളച്ചിടുന്നത്. പറഞ്ഞു തുടങ്ങിയാൽ പുഴുവരിക്കുമെന്നറിയാം. ചൊറിച്ചിലും തിണർപ്പും ചുവന്നു നീറ്റലും കഴിഞ്ഞ് വികിരണത്തിൻ്റെ നിറപ്പകർച്ചയായി വിസ്മയച്ചിറകുകളാൽ വിഭ്രമങ്ങളൊക്കെയും പറന്നുല്ലസിച്ചേക്കാമെന്ന മരീചികയിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് വെട്ടിമാറ്റാൻ പോലുമാകാത്ത കാടു കയറുന്ന ചിന്തക്കുരുക്കുകളെ. പറഞ്ഞു തുടങ്ങിയാൽ പുഴുവരിക്കുമെന്നറിയാം. ചൊറിച്ചിലും തിണർപ്പും ചുവന്നു നീറ്റലും കഴിഞ്ഞ് വികിരണത്തിൻ്റെ നിറപ്പകർച്ചയായി വിസ്മയച്ചിറകുകളാൽ വിഭ്രമങ്ങളൊക്കെയും പറന്നുല്ലസിച്ചേക്കാമെന്ന മരീചികയിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് വെട്ടുമാറ്റാൻ പോലുമാകാത്ത കാട് കയറുന്ന ചിന്തക്കുരുക്കുകളെ. തീ പടരും ചിലപ്പോഴൊക്കെ ആളിപ്പടരുന്ന ഓർമ്മകളിൽ നിന്ന് കുതറി മാറാനാവാത്ത വെയിൽ ചിത്രമായി നീയും ഒരു മഞ്ഞുതുള്ളിയെ ദാഹത്തിൻ്റെ ഞരമ്പുകളിലേക്ക് ചേർത്തു വെക്കാനായി അരളിയില പോലെ ഇടറുന്ന ഞാനും. തീ പടരും ചിലപ്പോഴൊക്കെ ആളിപ്പടരുന്ന ഓർമ്മകളിൽ നിന്ന് കുതറി മാറാനാവാത്ത വെയിൽ ചിത്രമായി നീയും ഒരു മഞ്ഞുതുള്ളിയെ ദാഹത്തിൻ്റെ ഞരമ്പുകളിലേക്ക് ചേർത്തു വെക്കാനായി അരളിയില പോലെ ഇടറുന്ന ഞാനും. മറികടക്കണമെന്നുണ്ട് ഈ നിഗൂഢ ആനന്ദങ്ങളെ. ഒരിക്കലെങ്കിലും പകർന്നു തരാനാവാത്ത വെറുപ്പിൻ്റെ ഇരുൾച്ചീളിനെ നിലനിൽപ്പിനെ തന്നെ വകഞ്ഞു മാറ്റാനായുന്ന നിന്റെ ഓർമ്മകളുടെ ഒന്നുമില്ലായ്മയിലേക്ക് കൂപ്പുകുത്തുന്ന നിറമില്ലാത്ത കാറ്റിനെ. മറികടക്കണമെന്നുണ്ട് ഈ നിഗൂഢ ആനന്ദങ്ങളെ. ഒരിക്കലെങ്കിലും പകർന്നു തരാനാവാത്ത വെറുപ്പിൻ്റെ ഇരുൾച്ചീളിനെ നിലനിൽപ്പിനെ തന്നെ വകഞ്ഞു മാറ്റാനായുന്ന നിന്റെ ഓർമ്മകളുടെ ഒന്നുമില്ലായ്മയിലേക്ക് കോപ്പുകുത്തുന്ന നിറമില്ലാത്ത കാറ്റിനെ. ഇനിയും എത്ര വസന്തം അടയിരിക്കണം. മറവിയിലേക്ക് അസ്തമിച്ചു പോകാത്ത വിധം അസ്തിത്വത്തിൻ്റെ മരവിപ്പിൽ നിന്ന്, മൗനത്തിൻ്റെ ഇരുൾ മുറിയിൽ നിന്ന് നിന്നോട് എന്തെങ്കിലും മിണ്ടിപ്പറയുന്ന വിധത്തിൽ ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ. ഇനിയും എത്ര വസന്തം അടയിരിക്കണം. മറവിയിലേക്ക് അസ്തമിച്ചു പോകാത്ത വിധം അസ്തിത്വത്തിൻ്റെ മരവിപ്പിൽ നിന്ന്, മൗനത്തിൻ്റെ ഇരുൾമുറിയിൽ നിന്ന് നിന്നോട് എന്തെങ്കിലും മിണ്ടിപ്പറയുന്ന വിധത്തിൽ ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ. മൗനത്തിൻ്റെ ഇരുൾമുറിയിൽ നിന്ന് നിന്നോട് എന്തെങ്കിലും മിണ്ടിപ്പറയുന്ന വിധത്തിൽ ഒന്ന് ഉയർത്തെഴുന്നേൽക്കാൻ. പ്രിയമുള്ളവരെ, കവിത ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കവിത ആസ്വദിച്ച മുഴുവൻ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, ഹൃദയാഭിവാദ്യങ്ങൾ.